സത്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, ഇത്രയേറെ വേദനയോടെ കടന്നുപോയ ഈ 3 മാസക്കാലവും ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച അതിരൂപതയെയും അതിരൂപതാധ്യക്ഷനെയും ഇവിടെയുള്ള എല്ലാ ആത്മായ നേതൃത്വങ്ങളെയും ഞാൻ ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ഏറെ ശക്തി കിട്ടിയ നിമിഷങ്ങളാണ് നിങ്ങളുടെ സാന്നിധ്യം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അറിവ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തിയായിട്ട് പിന്തുണയായിട്ട് മാറുകയായിരുന്നു. രണ്ടാമത്തേത്, അമലയിൽ സമരം തീർന്നു. അമലയിൽ സമരം തീർത്തത് എങ്ങനെ, അമല എന്ത് ഒത്തുതീർപ്പുണ്ടാക്കി എന്നുള്ള ചില തെറ്റായ ധാരണകൾ നമ്മുടെ ചുറ്റും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമലയുടെ സമരം തീർന്നത് കഴിഞ്ഞ 6-ാം തീയതി ഇറക്കിയ ലേബർ ഓഫീസറുടെ ഒരു പേപ്പറാണ്. ഈ പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ട്, ഒരു ലെറ്ററാണ്. ഈ ലെറ്റർ പൊക്കി പിടിച്ചുകൊണ്ടാണ് UNA നേതാക്കൾ അമല UNAയുമായിട്ട് എന്തോ ഒരു കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈ ലെറ്റർ ഞങ്ങൾ എഴുതിയ ലെറ്റർ അല്ല, ഇത് ലേബർ ഓഫീസർ ഉണ്ടാക്കിയിരിക്കുന്ന ലെറ്ററാണ്. ഈ ലെറ്ററിന്റെ ഉള്ളടക്കം അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് UNAയുടെ ജില്ലാ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമാണ്. ആ ലെറ്ററിന്റെ ഉള്ളടക്കം അദ്ദേഹം പറയുന്നത് 2023 മുതൽ 2018 മുതൽ അമല മിനിമം വേജ് കൊടുക്കുന്നുണ്ട്. 2023 അമല ജൂബിലി ഇടക്കാല ആശ്വാസം നൽകിയിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസം അമല പുതിയ വേതന വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ഒരു വാക്യം കൂടി പറഞ്ഞു. അമല പറയുന്നു, ഇനി ഗവൺമെന്റ് മിനിമം വേജ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ അത് നടപ്പിലാക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു. എന്നിട്ടും എന്തേ നിങ്ങൾ സമരം നിർത്താത്തത് എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് ലേബർ ഓഫീസർ അവരെ സമീപിച്ചത്. ഇതിനെയാണ് അവർ അമലയും UNAയുമായി സംഘടിതമായി ആലോചിച്ച് ഒരു ധാരണ ഒപ്പിട്ടു എന്നൊക്കെ പറയുന്നത്. ഇത് പച്ചക്കള്ളമാണ്, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം അമലയിൽ നടന്നിട്ടില്ല. ഇനിയും എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർ 7-ാം തീയതി ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ വീണ്ടും വരികയും ഉപാധികളില്ലാതെ, ഒരു ഉപാധികളും വെക്കാതെ ഞങ്ങൾ കയറി വരികയാണ് എന്ന് പറയുകയും 500ഓളം പേര് വന്ന് ഒപ്പിടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ കയറി വരാൻ പറ്റില്ല. അമലയിലും ജൂബിലിയിലും നേരിട്ടങ്ങ് കയറി വരാൻ പറ്റില്ല. കാരണം അമലയും ജൂബിലിയും ഇപ്പോൾ ഫങ്ഷണലാണ്. ഞങ്ങൾക്ക് അവിടെ സൗകര്യങ്ങൾ വരുന്നതിനനുസരിച്ച്, വേക്കൻസി വരുന്നതിനനുസരിച്ച്, നിങ്ങളുടെ സ്ഥലം ഒഴിവാകുന്നതിനനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ വിളിക്കാം. അവരെ വിളിച്ചു. ഞങ്ങൾ 3 തവണയായിട്ട് വിളിച്ചു. വ്യാഴാഴ്ച വിളിച്ചു 50 പേരെ, വെള്ളിയാഴ്ച വിളിച്ചു 50 പേരെ, ശനിയാഴ്ച വിളിച്ചു 50 പേരെ. 150 പേര് കയറി എന്ന് നിങ്ങൾ കരുതും. 9 പേരാണ് കയറിയത്. കാരണം എന്താണ്? ഞങ്ങൾ നിർബന്ധം പറഞ്ഞു, നിങ്ങളെ ഒരേ സ്ഥലത്തേക്ക് കയറ്റാൻ ഞങ്ങൾക്കാവില്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇവിടെ ജോലി ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ അവർ കൂട്ടമായിട്ട് വരുമെന്നും ആക്രമിക്കുമെന്നും ഒക്കെയുള്ള ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും. പക്ഷെ ഞങ്ങൾ ഭയം കൂടാതെ തന്നെ മുൻപോട്ട് പോകുന്നു. കാരണം നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടെ. ഒരു കാര്യം കൂടി ഞാൻ പറയാം അവസാനമായിട്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നേഴ്സുമാർക്ക് വേണ്ടിയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതും നേഴ്സുമാർക്ക് വേണ്ടിയാണ്. ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും, ഇത്രയേറെ വെല്ലുവിളികളിലൂടെ കടന്നുപോയിട്ടും, കരിങ്കാലികൾ എന്ന് മുദ്ര കുത്തിയിട്ടും നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന സമരത്തിന്റെ പ്രതിഫലം പറ്റുവാൻ വേണ്ടി നിൽക്കുന്നവരാണ്, മാനേജ്മെന്റിനെ താങ്ങി നിൽക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഒറ്റപ്പെടുത്തിയിട്ടും അവരുടെ കടമ തിരിച്ചറിഞ്ഞുകൊണ്ട്, രോഗി ശുശ്രൂഷയിലുള്ള അവരുടെ വിശ്വസ്തതയുള്ളത് കൊണ്ട് രോഗികളെ ഉപേക്ഷിക്കാതെ നമ്മോടൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് നഴ്സുമാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നത്. ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഈ സമരം ഉച്ചിയിൽ നടക്കുന്ന സമയത്ത് ബെസ്റ്റ് നേഴ്സിനുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടി ഒരു നേഴ്സിനെ ഇന്റർവ്യൂക്കായിട്ട് എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, കുഞ്ഞ് UNA ഉണ്ടായിരുന്നു? അവർ പറഞ്ഞ UNA സജീവ പ്രവർത്തകയായിരുന്നു. രണ്ടാമത് ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് നീ സമരത്തിന് പോയില്ല? അവളെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞോ, ഞാൻ പഠിച്ചത് ഈ സ്ഥാപനത്തിലാണ്,
എനിക്ക് മെസ് ഫീസ് കൊടുക്കാൻ കഴിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കുരിശ്ശേരി അച്ഛനാണ് എനിക്ക് ഫീസ് തന്നെ സഹായിച്ചത്. എന്റെ അച്ഛൻ ഇവിടെ അസുഖമായിട്ട് കിടന്നപ്പോ എനിക്ക് ഈ ഫീസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു, ബില്ലടയ്ക്കാൻ പറ്റില്ലായിരുന്നു. അവരെയാണ് എന്നെ സഹായിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ അമല വിട്ടു പോകാതിരുന്നത്. അത് ഒന്നാമത്തെ കാരണം. അതെന്നെ ഒരുപാട് ആകർഷിച്ചില്ല. പക്ഷെ അവൾ രണ്ടാമതൊരു കാര്യം പറഞ്ഞു. എന്റെ ഹൃദയത്തിൽ പൊള്ളുന്ന സുഖമായിട്ട് ഞാനത് കൊണ്ടു നടക്കുകയാണ്. അവൾ പറഞ്ഞു, അച്ഛൻ ഞാൻ ICUവിലാണ് ജോലി ചെയ്യുന്നത്. ഈ ICUവിൽ സമരത്തിന് ആഹ്വാനം ചെയ്ത ദിവസം ഞാൻ ICUവിൽ വന്നപ്പോൾ 7ഓളം പേര് ICUവിൽ കിടപ്പുണ്ട്. ക്രിട്ടിക്കൽ ICU ആണ്. അവിടെ 5ഓളം പേര് വെന്റിലേറ്ററിലാണ്. ഞാൻ ഇന്ന് ഇറങ്ങിപ്പോയാൽ ഈ രോഗികൾ നേഴ്സിംഗ് കെയർ കിട്ടാതെ മലമൂത്ര വിസർജനത്തിൽപ്പെട്ട് അവർ ഇൻഫെക്ഷൻ അടിച്ച് അവർ മരിച്ചു പോകുന്ന ഒരു ദൃശ്യം എന്റെ മനസ്സിൽ ഇങ്ങ് തെളിഞ്ഞു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ സമനില തെറ്റും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സമരത്തിന് പോകാതിരുന്നതെന്ന്. അത്തരം നഴ്സുമാരുടെ മുമ്പിൽ ഞാൻ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട്, സ്നേഹം അറിയിച്ചുകൊണ്ട്, അവരുടെ ധീരതയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.